ഈശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് കാട്ടാളന്മാരുടെ കൂട്ടാളിയായിട്ട് നമ്മൾ മാറാവോ, അല്ലേ കാട്ടാളന്മാരെ നമ്മൾ കൂട്ടാളിയാക്കാവോ? നമ്മൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഇനി ആ പന്തക്കുസ്ത തിരുനാളിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൂട്ടാളിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാട്ടാളന്മാരെ പിടിച്ച് അവരെ കൂട്ടാളിയാക്കി പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകില്ല. ഒരു സ്ത്രീ വേദനയോടെ പങ്കുവെച്ച അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കുക. അവർ പറഞ്ഞൊരു കാര്യം, എൻ്റെ മകൻ വീട്ടിൽ 10 പൈസയ്ക്ക് ഉപകാരമില്ല. ഇത് പറഞ്ഞാൽ വീടിന് നന്മ വരുന്ന ഒരു കാര്യം അവൻ ചെയ്യത്തില്ല, അവന് കൂട്ടുകെട്ടാണ് മെയിൻ. അതാണ് അവർ പറഞ്ഞത്. എല്ലാം തുടങ്ങിയത് ആ കോവിഡ് കാലം, ആ കോവിഡ് വന്നതോടുകൂടിയാണ്. ഇനി അവിടെ ആരംഭിച്ച ഒരു പ്രശ്നമാണ് അതിന്ന് വന്ന് കത്തിക്കയറി നിൽക്കുക. അവന് അവൻ്റെ സ്വകാര്യ ജീവിതം, അവൻ്റെ കൂട്ടുകെട്ട്, അത്ര ഉള്ളവന്. അവനെ പ്രാർത്ഥിക്കാൻ വിളിച്ചാലോ പള്ളിയിൽ പോകാൻ വിളിച്ചാലോ ഒക്കെ അവന് ഭയങ്കര ദേഷ്യമാണ്, പ്രതികരിക്കും. അവൻ്റെ ലോകത്താണ്. അവൻ്റെ കൂട്ടുകെട്ട്, അതൊക്കെയാണ് അവന് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ വേദനയോടെ അവൻ്റെ ആ പോക്ക് കണ്ടിട്ട് അവൻ്റെ അമ്മ പങ്കുവെച്ച ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ കാട്ടാളന്മാരെ കൂട്ടാളിയാക്കിയിട്ട് നമ്മുടെ ജീവിതം തുലയ്ക്കാൻ പറ്റും. അതിനുള്ളതല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, ദൈവത്തിൻ്റെ മകനും മകളും എന്ന നിലയ്ക്ക് എന്താണ് നമ്മുടെ വിളി? യോഹന്നാൻ 15:15 വായിച്ചാൽ ദൈവവുമായിട്ട് കൂട്ടുകൂടാനുള്ള ഒരു വിളിയാണ് നമ്മുടെ വിളി. യേശുവിനെ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റാനുള്ള വിളിയാണ് നമ്മുടെ വിളി. ദമ്പതിമാർ ഇതിലെ കല്യാണ പ്രസംഗത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഇനി മുമ്പോട്ട് നിങ്ങൾ ഈ ഭൂമിയിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം. നമുക്കതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു കാര്യമാണ് യേശുവുമായിട്ട് നല്ല ഒരു സൗഹൃദത്തിൽ നമ്മൾ ജീവിക്കുക. യേശുവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് പറയാൻ പറ്റുക, അത് വലിയൊരു നേട്ടമാണ്. അതാണ് യേശു തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സെർവൻസ് എന്നൊന്നുമല്ല, വേലക്കാർ എന്നൊന്നുമല്ല, മൈ ഫ്രണ്ട്, യു ആർ മൈ ഫ്രണ്ട്. അപ്പം അങ്ങനെയാണ് യേശു നമ്മളെ കാണുന്നെങ്കിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിച്ച് കൂട്ടുകൂടാവുന്നത് യേശുവുമായിട്ട്. അത് കഴിഞ്ഞ് നല്ല സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാകാൻ എളുപ്പമായിരിക്കും യേശുവുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ. അതില്ലാതെ വരുമ്പോഴത്തേക്കാണ് ഒരുപാട് ഈ തെറ്റായ കൂട്ടുകെട്ടിലേക്ക്, ബാഡ് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോയി ജീവിതം കുട്ടിച്ചോറാക്കുന്നത്. ഒരു മകളെക്കുറിച്ച് അമ്മ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, അവളെ നേരെയാക്കാൻ നോക്കും തോറും അവൾ കൂടുതൽ വഷളാവുക. നേരെയാക്കാൻ വീട്ടുകാർ നോക്കിയിട്ട് അവൾ കൂടുതൽ വഷളാവുകയെന്ന്. കാരണം പറഞ്ഞത്, അവൾക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാർ, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ അവൾക്കുണ്ട്. നല്ലതൊന്നുമല്ല പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമ്മളവരുടെ നല്ല ഭാവിക്ക് വേണ്ടി അവളെ തിരുത്താനോ അവളെ നേരെയാക്കാനോ നോക്കുന്നതനുസരിച്ച് ഇവരുടെ ഈ പ്രേരണ കാരണം അവൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന്. 1 കൊരിന്തോസ് 15:33 പറഞ്ഞിരിക്കുന്നത് എന്താ? അധമമായ സംസർഗം, ബാഡ് ഫ്രണ്ട്ഷിപ്പ്, അധമമായ സംസർഗം ദുരാചാരങ്ങൾ കൊണ്ടുവരും, സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ബാഡ് ഫ്രണ്ട്ഷിപ്പ് കറപ്റ്റ്സ്. അപ്പോൾ എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൂട്ടവകാശികളാകേണ്ടവരാണ്. ആരുമായിട്ടാണ്? യേശുവുമായിട്ട്. ഇത് വചനം പഠിപ്പിക്കുന്നുണ്ട്. റോമാ 8:17 വായിച്ചാൽ നാം മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. അതുപോലെ തന്നെ യേശുവിനോടൊപ്പം കൂട്ടവകാശികൾ. ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാട്ടാളന്മാരുമായിട്ട് കൂട്ടുകൂടുക. അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകുന്നു. അവസാനമായിട്ട് മൂന്നാമത്തെ കാര്യം, കൂട്ടാളിയാകേണ്ടത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടാളിയാകണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടാളിയാകാൻ പറ്റും. യോഹന്നാൻ 14:18 പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. 14:16 എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലൂക്കാ 12:11-12 വായിച്ചാൽ നീ എന്ത് പറയണം, എങ്ങനെ പറയണം, ഇതുപോലും പരിശുദ്ധാത്മാവിലൂടെ നിനക്ക് നൽകപ്പെടും, നീ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടാളിയെങ്കിൽ. നമുക്ക് ആ ബോധ്യത്തോടെ ഇന്ന് ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നത് മോശം കൂട്ടുകെട്ട്, തെറ്റായ കൂട്ടുകെട്ട്, ബാഡ് ഫ്രണ്ട്ഷിപ്പ്. അത് പാപത്തിന് പ്രേരിപ്പിക്കുന്ന കൂട്ടുകെട്ട് തെറ്റായ കൂട്ടുകെട്ടാണ്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കൂട്ടുകെട്ട് തെറ്റായ കൂട്ടുകെട്ടാണ്. അതെല്ലാം ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്ത് നവേനയിൽ പങ്കുചേർന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും
ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.